ഫ്രണ്ട്സ്, ബി ടാലന്റ് പി എസ് സിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് VFAയുടെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറായിട്ടാണ്. 2017 നവംബർ 18 നടന്ന VFAയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, നീലമലകളുടെ നാട് എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ ബി നീലഗിരി. നീലമലകളുടെ നാട് എന്നറിയപ്പെടുന്നത് നീലഗിരിയാണ്. അടുത്തത്, ഇന്ത്യയിൽ സജീവ അഗ്നിപർവ്വതം കാണപ്പെടുന്നത്? ബാരൻ ദ്വീപ്. ഇന്ത്യയിൽ സജീവ അഗ്നിപർവ്വതം കാണപ്പെടുന്നത് ബാരൻ ദ്വീപ്. അടുത്ത ക്വസ്റ്റ്യൻ, തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി? തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ആനമുടി. ആനമുടിയാണ് തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. അടുത്ത ക്വസ്റ്റ്യൻ, ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള ഇന്ത്യൻ നദി ഏതാണ്? ഓപ്ഷൻ എ ഗംഗ. ഗംഗയ്ക്കാണ് ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ളത്. ഇന്ത്യൻ നദികളിൽ വെച്ച് ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദി ഏതാണ്? ഗംഗ. അടുത്ത ക്വസ്റ്റ്യൻ, ബക്രാനങ്കൽ അണക്കെട്ട് ഏത് നദിയിലാണ്? സത്ലജിലാണ് ബക്രാനങ്കൽ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ബ്രഹ്മപുത്ര നദി ടിബറ്റിൽ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? സാങ്പോ. സാങ്പോ എന്നാണ് ബ്രഹ്മപുത്ര നദി ടിബറ്റിൽ അറിയപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്നത് ഗോദാവരിയാണ്. ഏതാണ്? ഗോദാവരിയാണ് ദക്ഷിണ ഗംഗ എന്ന് അറിയപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, പ്രസിദ്ധമായ ജോഗ് വെള്ളച്ചാട്ടം ഏത് നദിയിലാണ്? ശരാവതി നദിയിലാണ്. പ്രസിദ്ധമായ ജോഗ് വെള്ളച്ചാട്ടം ശരാവതി നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഹിരാക്കുഡ് നദീതട പദ്ധതി ഏത് സംസ്ഥാനത്താണ്? ഒഡീഷ. ഒഡീഷയിലാണ് ഹിരാക്കുഡ് നദീതട പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ നാവികസേനാ ദിനം എപ്പോഴാണ്? ഡിസംബർ 4-നാണ്. അടുത്തത്, ദക്ഷിണ വ്യോമ കമാൻഡിന്റെ ആസ്ഥാനം തിരുവനന്തപുരം. അടുത്തത്, ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആദ്യ മിസൈൽ ഏതാണ്? പൃഥ്വിയാണ് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആദ്യ മിസൈൽ. ഇതൊരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങൾ ഏത് ഭരണഘടനയെ മാതൃകയാക്കിയാണ് തയ്യാറാക്കിയിട്ടുള്ളത്? ഏതാണ്? അമേരിക്ക. അപ്പോൾ അമേരിക്ക മോഡലാണ് നമ്മൾ ഈ മൗലികാവകാശങ്ങൾ എന്ന് പറയുന്നത്. മൗലികാവകാശങ്ങൾ അമേരിക്കൻ ഭരണഘടനയുടെ മാതൃകയാക്കിയിട്ടാണ് ഇന്ത്യൻ ഭരണഘടനയിൽ സ്വീകരിച്ചിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, വാരണാസി ഏത് നദീതീരത്താണ്? ഏത് നദീതീരത്താണ്? ഗംഗ. ഗംഗയുടെ തീരത്താണ് വാരണാസി സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, മൂളാർ തടാകം അല്ല, വൂളാർ തടാകം എന്നാണ് അറിയപ്പെടുന്നത്. ഏത് സംസ്ഥാനത്താണ്? ജമ്മു കാശ്മീർ. അടുത്തത്, ഇന്ത്യൻ ഭരണഘടനയിലെ 15 മുതൽ 11 ഭാഗം പ്രതിപാദിക്കുന്നത് എന്ത്? ഇന്ത്യൻ ഭരണഘടനയിലെ 5 മുതൽ 11 ഭാഗം പ്രതിപാദിക്കുന്നത് എന്ത്? പൗരത്വത്തെക്കുറിച്ചാണ് ഇന്ത്യൻ ഭരണഘടനയിലെ 5 മുതൽ 11 വരെയുള്ള ഭാഗം പ്രതിപാദിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിദ്യാഭ്യാസ അവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത് എന്നാണ്? 2002-ലാണ് വിദ്യാഭ്യാസ അവകാശ നിയമം പ്രാബല്യത്തിൽ വരുന്നത്. ഇന്ത്യയുടെ പ്രഥമ പൗരൻ ആരാണ്? പ്രസിഡന്റാണ് ഇന്ത്യയുടെ പ്രഥമ പൗരൻ. അടുത്ത ക്വസ്റ്റ്യൻ, രാഷ്ട്രം പിന്തുടരേണ്ട മഹത്തായ ആശയങ്ങളും മാർഗങ്ങളും ലക്ഷ്യങ്ങളും പ്രതിപാദിച്ചിട്ടുള്ളത് എന്തിലാണ്? നിർദ്ദേശക തത്വങ്ങൾ. ഈ നിർദ്ദേശക തത്വങ്ങളിലാണ് ഒരു രാഷ്ട്രം പിന്തുടരേണ്ട മഹത്തായ ആശയങ്ങളും അതുപോലെ തന്നെ മാർഗങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെ പ്രതിപാദിച്ചിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ നിലവിൽ വന്നത് എപ്പോൾ? എപ്പോഴാണ്? 1977-ലാണ്.
അടുത്ത ക്വസ്റ്റ്യൻ, സർക്കാരിന്റെ വരവ് ചിലവ് കണക്കുകൾ പരിശോധിക്കാൻ നിയമിതനായ ഉദ്യോഗസ്ഥൻ ആരാണ്? കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആണ് സർക്കാരിന്റെ വരവ് ചിലവ് കണക്കുകൾ പരിശോധിക്കാൻ നിയമിതനായ ഉദ്യോഗസ്ഥൻ. അടുത്ത ക്വസ്റ്റ്യൻ, അന്യായമായി തടവിലാക്കപ്പെട്ട ഒരാളെ വിടുവിക്കാൻ പുറപ്പെടുവിക്കുന്ന റിട്ട് ഏതാണ്? ഹേബിയസ് കോർപ്പസ്. ഹേബിയസ് കോർപ്പസ് ആണ് അന്യായമായി തടവിലാക്കപ്പെട്ട ഒരാളെ വിടുവിക്കാൻ പുറപ്പെടുവിക്കുന്ന റിട്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ഇവിടെ റിട്ടുകളെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. മാൻഡമസ് റിട്ട്, കോവാറന്റോ റിട്ട്, അതുപോലെ തന്നെ പ്രൊഹിബിഷൻ റിട്ട്. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഇതിനെക്കുറിച്ച് നമ്മൾ വീഡിയോ എടുക്കുന്നതായിരിക്കും. നമ്മൾ VFAയുടെ സിലബസിൽ പെടുന്നതാണ്. അപ്പോൾ VFAയുടെ സിലബസ് നമ്മൾ എക്സാം സമയം ആകുമ്പോഴേക്കും തന്നെ നമ്മൾ നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. കാരണം നമുക്ക് ഒരുപാട് ദിവസങ്ങൾ നമുക്ക് VFAയുടെ സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ നമ്മൾ ഡീപ്പായിട്ടുള്ള സിലബസ് നമ്മൾ പ്രിലിംസ് VFA പ്രിലിംസ് 10th ലെവൽ പ്രിലിംസ് എന്ന പോലെയല്ല, നമ്മൾ മെയിൻ സിലബസ് വെച്ചിട്ട് തന്നെയാണ് VFAയുടെ സിലബസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, ക്രിമിനൽ കേസുകൾ കൈകാര്യം ചെയ്യുന്ന കോടതി. ക്രിമിനൽ കേസുകൾ കൈകാര്യം ചെയ്യുന്ന കോടതി ഏതാണ്? മജിസ്ട്രേറ്റ് കോടതി. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത് എപ്പോൾ? ഇന്ത്യയിൽ വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത് എപ്പോഴാണ്? 2005. 2005 ഇന്ത്യയിൽ വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ലോക ഭൗമദിനം. ലോക ഭൗമദിനം ഏപ്രിൽ 22. ഏപ്രിൽ 22 ലോക ഭൗമദിനം. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ കോൾ നിലം ഏത് ജില്ലയിലാണ്? ഇവിടെ ഇതൊരു ക്യാൻസൽഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. കാരണം ഇത് വ്യക്തമായിട്ട് ഇതിൻ്റെ ആൻസർ കിട്ടിയിട്ടില്ല. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ മയിൽ സംരക്ഷണ കേന്ദ്രം. കേരളത്തിലെ മയിൽ സംരക്ഷണ കേന്ദ്രം ഏതാണ്? ചൂളന്നൂർ. ചൂളന്നൂരാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ മലനിരകൾ. കേരളത്തിലെ മലനിരകൾ ഏതാണ്? പശ്ചിമഘട്ടം. പശ്ചിമഘട്ടം. അടുത്ത ക്വസ്റ്റ്യൻ, പെരിയാർ ടൈഗർ റിസർവിന്റെ വിസ്തീർണം 777 ചതുരശ്ര കിലോമീറ്റർ ആണ് പെരിയാർ ടൈഗർ റിസർവിന്റെ വിസ്തീർണം. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആന പുനരധിവാസ കേന്ദ്രം. കേരളത്തിലെ ആന പുനരധിവാസ കേന്ദ്രം ഏതാണ്? ഓപ്ഷൻ സി കോട്ടൂർ. ഓപ്ഷൻ സി കോട്ടൂർ ആണ് കേരളത്തിലെ ആന പുനരധിവാസ കേന്ദ്രം. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ശുദ്ധജല തടാകം. കേരളത്തിലെ ശുദ്ധജല തടാകം ഏതാണ്? ശാസ്താംകോട്ട. ശാസ്താംകോട്ട. അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകവും ഏതാണ്? ശാസ്താംകോട്ട തന്നെയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകവും ശാസ്താംകോട്ടയാണ്. അതുപോലെ തന്നെ ഇത് സ്ഥിതി ചെയ്യുന്നത്, ശാസ്താംകോട്ട ശുദ്ധജല തടാകം സ്ഥിതി ചെയ്യുന്നത് കൊല്ലത്താണ്. എവിടെയാണ്? കൊല്ലത്താണ്. അതുപോലെ തന്നെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം ഏതാണെന്ന് ചോദിച്ചാൽ പൂക്കോട് തടാകമാണ്. ഏതാണ്? പൂക്കോട് തടാകം വയനാടാണ്. റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. പൂക്കോട് തടാകം വയനാടാണ്. ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട തടാകവും ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം ഏതാണ്? പൂക്കോട് തടാകം വയനാടാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട്ട് കായൽ. വേമ്പനാട്ട് കായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ കായൽ. അത് മാത്രമല്ല, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കായൽ കൂടിയാണ് ഇത് വേമ്പനാട്ട് കായൽ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കായൽ കൂടിയാണ് വേമ്പനാട്ട് കായൽ. അത് മാത്രമല്ല, ഇത് ഏതൊക്കെ ജില്ലകളിലായിട്ടാണ് വ്യാപിച്ചു കിടക്കുന്നതെന്ന് ചോദിച്ചാൽ ആലപ്പുഴ, എറണാകുളം, കോട്ടയം. ആലപ്പുഴ, എറണാകുളം, കോട്ടയം ജില്ലകളിലായിട്ടാണ് വേമ്പനാട്ട് കായൽ വ്യാപിച്ചു കിടക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി ഏതാണ്? കല്ലട. ഏതാണ്? കല്ലടയാണ്. അതുപോലെ തന്നെ കല്ലട സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊല്ലമാണ്. കൊല്ലത്താണ് കല്ലട ജലസേചന പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. അത് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ചോദിച്ചാൽ കല്ലടയാറിലാണ്. കല്ലടയാറിലാണ് കല്ലട നദി സ്ഥിതി ചെയ്യുന്നത്. കല്ലട നദിയിൽ ഉള്ള ജലസേചന പദ്ധതി ഏതാണ്? കല്ലടയാണ്. അടുത്തത്, മുത്തങ്ങ വന്യജീവി കേന്ദ്രത്തിൽ സംരക്ഷിക്കപ്പെടുന്നത് എന്തിനെയാണ്? ആനയെയാണ്. മുത്തങ്ങ വന്യജീവി കേന്ദ്രത്തിൽ സംരക്ഷിക്കപ്പെടുന്നത്
ആനയാണ്. അത് മാത്രമല്ല ബേപ്പൂർ വന്യജീവി സങ്കേതം എന്നും ഈ മുത്തങ്ങ വന്യജീവി സങ്കേതം അറിയപ്പെടുന്നുണ്ട്. എന്താണ് ബേപ്പൂർ വന്യജീവി സങ്കേതം എന്നും മുത്തങ്ങ വന്യജീവി സങ്കേതം അറിയപ്പെടുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യ ശിശു സൗഹാർദ്ദ സംസ്ഥാനമായി തിരഞ്ഞെടുത്തത് ഏതാണ്? ഓപ്ഷൻ സി 2002. കേരളത്തെ ആദ്യ ശിശു സൗഹാർദ്ദ സംസ്ഥാനമായി തിരഞ്ഞെടുത്തത് എപ്പോഴാണ്? 2002. അടുത്ത ക്വസ്റ്റ്യൻ, പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി ആരംഭിച്ചത് എപ്പോഴാണ്? 1940. പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി ആരംഭിച്ചത് 1940. അടുത്ത ക്വസ്റ്റ്യൻ, തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് ആരാണ്? ശ്രീ ചിത്തിര തിരുനാളാണ് തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, വിദ്യാധിരാജ എന്ന പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ചട്ടമ്പി സ്വാമികൾ. ഇതൊരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. വിദ്യാധിരാജ എന്ന പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ് ചട്ടമ്പി സ്വാമികൾ. അടുത്ത ക്വസ്റ്റ്യൻ, അയ്യങ്കാളിയുടെ ജന്മസ്ഥലം എവിടെയാണ്? തിരുവനന്തപുരം. അത് മാത്രമല്ല തിരുവനന്തപുരത്തെ വെങ്ങാനൂരാണ് അദ്ദേഹത്തിൻ്റെ വെങ്ങാനം എന്നുള്ള സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹം ജനിച്ച വർഷം എപ്പോഴാണെന്ന് ചോദിച്ചാൽ 1863 ഓഗസ്റ്റ് 28. 1863 ഓഗസ്റ്റ് 28 അയ്യങ്കാളി ജനിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം എവിടെയാണ്? തൃശ്ശൂർ. കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം തൃശ്ശൂരാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കുറിച്യ കലാപം നടന്ന വർഷം? 1812. 1812 കുറിച്യ കലാപം നടന്നത്. അത് മാത്രമല്ല ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ ഗോത്ര കലാപം കൂടിയാണ്. അതായത് ബ്രിട്ടീഷുകാരുടെ ക്രൂരതകൾക്കൊക്കെ അതായത് അവരുടെ അനാവശ്യമായിട്ടുള്ള അനീതികൾക്കും അതുപോലെ തന്നെ താഴ്ന്ന വിഭാഗക്കാരെ താഴ്ത്തിക്കെട്ടുന്ന രീതിയിലുള്ള ഓരോ പ്രവർത്തനങ്ങൾക്കൊക്കെ വേണ്ടി അവരെ എതിർത്ത് നിന്ന് ആദ്യത്തെ ഗോത്രവർഗമായിട്ട് എതിർത്ത് നിന്നിട്ട് നടന്ന ഒരു കലാപമാണ് കുറിച്യ കലാപം. കുറിച്യ കലാപത്തെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. നമ്മൾ ആ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഇന്ത്യയിലെ ആദ്യ സമരം ഏതാണ്? ചമ്പാരൻ സമരമാണ്. ഏതാണ്? ചമ്പാരൻ സമരം. അത് എപ്പോഴാണ്? 1917 ചമ്പാരൻ സമരം നടന്നത്. 1917. എവിടെയാണ്? ഏത് സംസ്ഥാനത്താണ്? ബീഹാറിലെ ചമ്പാരനിലാണ് ചമ്പാരൻ സമരം നടന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ജർമ്മൻ സഹായത്തോടെ ഇന്ത്യയിൽ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് വ്യവസായ കേന്ദ്രം. ജർമ്മൻ സഹായത്തോടെ ഇന്ത്യയിൽ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് വ്യവസായ കേന്ദ്രം ഏതാണ്? ഓപ്ഷൻ ബി റൂർക്കേല. അടുത്ത ക്വസ്റ്റ്യൻ, ISRO രൂപീകൃതമായത് എപ്പോൾ? ISRO രൂപീകൃതമായത് 1969. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ചാന്ദ്ര പര്യവേഷണ ദൗത്യം ഏതാണ്? ചന്ദ്രയാൻ. അടുത്ത ക്വസ്റ്റ്യൻ, പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പിട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ജവഹർലാൽ നെഹ്റു. അത് മാത്രമല്ല ചൈനയും ഇന്ത്യയും തമ്മിലാണ് പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ചത്. അപ്പോൾ ചൈനയുടെ പ്രധാനമന്ത്രിയായിരുന്നു ചൗവൻലായും ജവഹർലാൽ നെഹ്റുവും കൂടിയിട്ടാണ് പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പിട്ടത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഫസൽ അലി. ഇതൊരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാനിടയായ സംഭവം എന്തായിരുന്നു? ചൗരി ചൗര സംഭവമാണ് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ കാരണമായത്. അടുത്ത ക്വസ്റ്റ്യൻ, രാജ്യാന്തര പ്രശസ്തി കൈവരിച്ച ഇന്ത്യയിലെ നക്ഷത്ര ആമ പുനരധിവാസ കേന്ദ്രം ഏതാണ്? ചിന്നാർ വന്യജീവി സങ്കേതം. അടുത്ത ക്വസ്റ്റ്യൻ, ലോക ജലദിനം എപ്പോഴാണ്? ലോക ജലദിനം മാർച്ച് 22. അടുത്ത ക്വസ്റ്റ്യൻ, 2016 കോപ്പ അമേരിക്ക ഫുട്ബോൾ ജേതാക്കൾ ആരാണ്? ചിലി. അടുത്ത ക്വസ്റ്റ്യൻ, സച്ചിൻ ടെണ്ടുൽക്കറിന് അർജുന അവാർഡ് ലഭിച്ച വർഷം? ഓപ്ഷൻ എ 1994. അടുത്ത ക്വസ്റ്റ്യൻ, 2018 ഫിഫ വേൾഡ് കപ്പിൻ്റെ വേദി ഏതാണ്? റഷ്യ ആയിരുന്നു കേട്ടോ. റഷ്യയാണ് 2018 ഫിഫ വേൾഡ് കപ്പിൻ്റെ വേദി. അടുത്ത ക്വസ്റ്റ്യൻ, റയോ ഒളിമ്പിക്സിൽ വെള്ളി മെഡൽ ജേതാവായ PV സിന്ധു
ലോക റാങ്കിങ്ങിൽ എത്രാമതാണ്? ഇതൊരു ക്യാൻസൽഡ് ക്വസ്റ്റ്യൻ ആണ്, കാരണം ഇവിടെ ട്രയോ എന്നല്ല റിയോ ഒളിമ്പിക്സ് എന്നാണ് വരേണ്ടത്. PSC ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, കാവേരി നദീജല തർക്കം ഏതൊക്കെ സംസ്ഥാനങ്ങൾ തമ്മിലാണ്? ഏതൊക്കെ സംസ്ഥാനങ്ങൾ തമ്മിലാണ്? കർണാടക, തമിഴ്നാട്. കർണാടകയും തമിഴ്നാടും തമ്മിലാണ് കാവേരി നദീജല തർക്കം നിലനിൽക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, 1965 ഇന്ത്യ പാക് യുദ്ധ സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? മൊറാർജി ദേശായി. അടുത്ത ക്വസ്റ്റ്യൻ, മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് APJ അബ്ദുൽ കലാം ആണ് മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്നത്. ഏറ്റവും ഉയരത്തിലുള്ള യുദ്ധഭൂമി എന്ന് വിശേഷിപ്പിക്കുന്നത് ഏതാണ്? സിയാച്ചിൻ ആണ് ഏറ്റവും ഉയരത്തിലുള്ള യുദ്ധഭൂമി എന്ന് വിശേഷിപ്പിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച ആദ്യ ഭാഷ ഏതാണ്? തമിഴിനാണ് ഇന്ത്യയിൽ ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച ആദ്യ ഭാഷ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ആദ്യമായി ആധാർ കാർഡ് നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്ര. ഇനി ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഇത് ഞാൻ കാര്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ജസ്റ്റ് ആൻസേഴ്സ് ഇങ്ങനെ പറഞ്ഞു പോകുന്നേ ഉള്ളൂ. കാരണം നമ്മൾ ഓരോ ടോപ്പിക് വൈസിൽ ക്ലാസ് എടുക്കാമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ഓരോ ടോപ്പിക് വൈസിൽ ക്ലാസ് എടുത്താലേ നമുക്കത് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ആൻസർ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാണ് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഇഫ് യു ഫോളോ മൈ ഇൻസ്ട്രക്ഷൻ കെയർഫുള്ളി ഡാഷ്. ഇതൊരു ഇഫ് ക്ലോസ് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ യു വിൽ ഫൈൻഡ് ഇറ്റ് ക്വൈറ്റ് ഈസി എന്നാണ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, യു ആർ മൈ ക്ലോസ് ഫ്രണ്ട് ഡാഷ്. ഇത് ഒരു നെഗറ്റീവ് ആണോ അല്ലെങ്കിൽ പോസിറ്റീവ് ആണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ, അങ്ങനെയാണ്, ആ രീതിയിലാണ് വരുന്നത്. അതായത് ക്ലോസ് ഫ്രണ്ട് എന്ന് പറയുന്നത് ഒരു ക്വസ്റ്റ്യൻ മോഡലാണ്. ഒരു ക്ലോസ് ഫ്രണ്ട് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ മോഡലിലേക്കാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ആറൻറ്റ് യു. അടുത്ത ക്വസ്റ്റ്യൻ, ഐ ഡാഷ് ആൾറെഡി ഡാഷ് ദ റെയിൽവേ സ്റ്റേഷൻ. എന്താണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ സി, ഹാവ് റീച്ച്ഡ് എന്നാണ്. ഐ ഹാവ് ആൾറെഡി റീച്ച്ഡ് ദ റെയിൽവേ സ്റ്റേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, വി ഷുഡ് റെസ്പെക്ട് ആൻഡ് കെയർ അവർ കസ്റ്റമേഴ്സ് ബിക്കോസ് ദേ ആർ ഡാഷ്. എന്താണ് ആൻസർ വരുന്നത്? അവർ ബ്രെഡ് ആൻഡ് ബട്ടർ. അടുത്ത ക്വസ്റ്റ്യൻ, യോഗ ഈസ് ഡാഷ് ബെസ്റ്റ് എക്സസൈസ് ഫോർ അവർ മൈൻഡ് ആൻഡ് ബോഡി. എന്താണ് ആൻസർ? ഓപ്ഷൻ സി, എന്നാണ്. യോഗ ഈസ് ദ ബെസ്റ്റ് എക്സസൈസ് ഫോർ അവർ മൈൻഡ് ആൻഡ് ബോഡി. അടുത്ത ക്വസ്റ്റ്യൻ, പിക്ക് ഔട്ട് ദ കറക്റ്റ് വേർഡ് ഫ്രം ദ ഫോളോവിങ്. കറക്റ്റ് സ്പെല്ലിംഗ് ആണ് ചോദിക്കുന്നത്. ഏതാണ് ആൻസർ വരുന്നത്? കണ്ടംപററി. ഇതാണ് ആൻസർ വരുന്നത് കേട്ടോ, കണ്ടംപററി. അടുത്ത ക്വസ്റ്റ്യൻ, ഇറ്റ് വാസ് വെരി ഡിഫിക്കൾട്ട് ഫോർ മീ ടു ഡാഷ് റിവാർഡ്സ് ഫോർ മൈ സർവീസ്. ആൻസർ എന്താണ് വരുന്നത്? ഓപ്ഷൻ ബി, അക്സെപ്റ്റ് ആണ് കേട്ടോ. അക്സെപ്റ്റ് ആണ്, എക്സെപ്റ്റ് അല്ല, അക്സെപ്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, വി ആർ പ്ലാനിങ് എ ട്രെക്കിംഗ് ട്രിപ്പ് ഡാഷ് മൂന്നാർ ഡാഷ് അവർ വെക്കേഷൻ എന്നാണ് ചോദിക്കുന്നത്. എന്താ ആൻസർ വരുന്നത്? വി ആർ പ്ലാനിങ് എ ട്രെക്കിംഗ് ട്രിപ്പ് ടു മൂന്നാർ ഡ്യൂറിങ് അവർ വെക്കേഷൻ. ഓപ്ഷൻ ബി ആണ് ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, വെൻ വി ആർ റീച്ച്ഡ് ദ സ്റ്റേഡിയം ദ പ്ലേയേഴ്സ് ഡാഷ് ദ പ്ലേ ഗ്രൗണ്ട്. എന്താണ് ആൻസർ വരുന്നത്? ഹാഡ് ലെഫ്റ്റ്. ഓപ്ഷൻ ഡി, ഹാഡ് ലെഫ്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ആഫ്റ്റർ ദ സെക്യൂരിറ്റി ചെക്ക് ദ ഫ്ലൈറ്റ് ഡാഷ്. എന്താണ്? ടുക്ക് ഓഫ്. സെക്യൂരിറ്റി ചെക്കിന് ശേഷം ഫ്ലൈറ്റ് ടുക്ക് ഓഫ് ചെയ്തെന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അതാണ് ആൻസർ വരുന്നത് കേട്ടോ, ടുക്ക് ഓഫ് എന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഗേൾ ഡാൻസ്ഡ് ഗ്രേസ്ഫുള്ളി ബിഫോർ ദ ഓഡിയൻസ്. ഇവിടെ പിക്ക് ഔട്ട് ദ ആഡ്വർബ് ഫ്രം ദ സെൻറ്റൻസ്. ഇവിടെ ആഡ്വർബ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ഗ്രേസ്ഫുള്ളിയുടെ ആഡ്വർബ് വരുന്നത് ഗ്രേസ്ഫുള്ളി തന്നെയാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ദ വെദർ ഫോർകാസ്റ്റ് പ്രെഡിക്ട്സ് എ ക്ലൗഡി ഡേ. ഇവിടെ അഡ്ജക്റ്റീവ് സെൻറ്റൻസ് ആണ്. ഇതിൻ്റെ അഡ്ജക്റ്റീവ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. എന്താണ് ആൻസർ വരുന്നത്? ക്ലൗഡി ആണ്, ക്ലൗഡി. ഓപ്ഷൻ ഡി, ക്ലൗഡി. അടുത്ത ക്വസ്റ്റ്യൻ,
ചൂസ് എ സെൻറ്റൻസ് ദാറ്റ് ഹാസ് ആൻ എറർ ഇറ്റ്. ഇതിൽ തെറ്റായ സെൻറ്റൻസ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. തെറ്റായ സെൻറ്റൻസ് ഏതാ വരുന്നത്? ദ ചിൽഡ്രൻ വാണ്ട്സ് ടു പ്ലേ. ദ ചിൽഡ്രൻ വാണ്ട്സ് ടു പ്ലേ. അടുത്ത ക്വസ്റ്റ്യൻ, ഝാൻസി റാണി വാസ് ഡാഷ് ദാൻ എനി അതർ ക്യൂൻ ഇൻ ഇന്ത്യ. ഇവിടെ ഝാൻസി റാണി ഇന്ത്യയിലെ മറ്റുള്ള എന്താ പറയുന്നത്, ഝാൻസി റാണി ഇന്ത്യയിലെ മറ്റുള്ള റാണിമാരിൽ നിന്നും ഏറ്റവും സ്ട്രോങ് ആണെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം മറ്റുള്ള റാണിമാരിൽ നിന്നും ഏറ്റവും ശക്തയാണ് എന്നാണ് ഇത് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ശക്ത എന്ന് പറയുമ്പോൾ ഇവിടെ ഏതാണ് മീനിങ് വരിക? സ്ട്രോങ്ങർ എന്നുള്ളതാണ്. എന്താണ്? സ്ട്രോങ്ങർ. അടുത്ത ക്വസ്റ്റ്യൻ, ദ പോലീസ് ഓഫീസർ ഇൻറ്ററഗേറ്റഡ് ദ അക്യൂസ്ഡ് പേഴ്സൺ. എന്താണ്? പോലീസ് റീപ്ലേസ് ദ അണ്ടർലൈൻഡ് വേർഡ് വിത്ത് ഇറ്റ് സിനോണിം. ഇൻറ്ററഗേറ്റഡിൻ്റെ സിനോണിം എന്താണെന്ന് ചോദിക്കുന്നത്. അതായത് ആൻസർ എന്താ വരിക? ക്വസ്റ്റ്യൻ്റെതാണ്. അതായത് എന്തിവിടെ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ പോലീസ് ഓഫീസർ കുറ്റവാളിയായ ഒരു വ്യക്തിയെ ചോദ്യം ചെയ്തു എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. അപ്പോൾ എന്താണ് എൻ്റെ ആൻസർ? ക്വസ്റ്റ്യൻഡ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഇവന്റ് മാനേജർ അബ്യൂസ്ഡ് ദ സ്റ്റാഫ് ആഫ്റ്റർ ദ പ്രോഗ്രാം. ഫൈൻഡ് ഔട്ട് ദ ആൻറ്റണിം ഓഫ് ദ അണ്ടർലൈൻഡ് വേർഡ്. അബ്യൂസ്ഡ് എന്നുള്ളതിൻ്റെ ആൻറ്റണിം ആണ് ചോദിക്കുന്നത്. അതായത് വിപരീത പദം. അബ്യൂസ്ഡ് എന്നുള്ളതിൻ്റെ വിപരീത പദമാണ് ചോദിക്കുന്നത്. അതായത് പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം ഇവന്റ് മാനേജർ സ്റ്റാഫിനെ എന്താ ചെയ്യുന്നത്? ചോദ്യം ചെയ്തു അല്ലെങ്കിൽ വഴക്ക് പറഞ്ഞു എന്നാണ് ഉദ്ദേശിക്കുന്നത്. വഴക്ക് പറഞ്ഞപ്പോൾ ഇതിൽ വഴക്ക് പറഞ്ഞു എന്ന് പറയുന്നത്, വഴക്ക് പറയുന്നതിൻ്റെ നേരെ വിപരീത പദം എന്താണ്? പ്രൈസ്ഡ് എന്നാണ്. എന്താണ്? പ്രൈസ്ഡ്. വഴക്ക് പറഞ്ഞു എന്നുള്ളതിൻ്റെ വിപരീത പദം പ്രൈസ്ഡ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ആംഗ്രി യങ് മാൻ ഷൗട്ടഡ് ഹിയർ വി ഹാവ് എ ഗവൺമെൻറ് ബൈ ദ ഓഫീസേഴ്സ്. ഹിയർ ഓഫീസേഴ്സ്. ആൻസർ എന്താണ് വരുന്നത്? ചൂസ് ആൻ ഓപ്ഷൻ വിച്ച് കറക്റ്റ്ലി മാച്ചസ് ദ അണ്ടർലൈൻഡ് പാർട്ട്. ഗവൺമെൻറ് ബൈ ദ ഓഫീസേഴ്സ് ഇതിൻ്റെ എന്താ പറയുക മീനിങ് ആണ് ഉദ്ദേശിക്കുന്നത്. എന്താണിത് കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് പറയുന്നത്. എന്താണ്? ബ്യൂറോക്രസിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, എ ഡാഷ് ഫ്ലൈസ് ഗാതേർഡ് അറൗണ്ട് ദ ഇലക്ട്രിക് ബൾബ് ഇൻ ദ ഈവനിങ്. എന്താണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ സി ആണ്. സ്വാം ഓഫ് എന്നാണ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഷീജ ഡാഷ് എ സർപ്രൈസ് ഗിഫ്റ്റ് ബൈ ഹെർ ഫ്രണ്ട്സ് ടുമോറോ. ചൂസ് ദ കറക്റ്റ് പാസീവ് വെർബ് ഫ്രം ദ ഫോളോവിങ്. പാസീവ് വെർബാണ് ചോദിക്കുന്നത്. എന്താണ് ആൻസർ വരുന്നത്? വിൽ ബി ഗിവൺ എന്നാണ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, മനോജ് ആസ്ക്ഡ് ലക്ഷ്മി വിൽ യു ഗിവ് മീ യുവർ നോട്ട്ബുക്ക്. ചൂസ് ദ കറക്റ്റ് റിപ്പോർട്ടഡ് സെൻറ്റൻസ് ഇഫ് എനി ഫ്രം ദ ഫോളോവിങ്. ഇതിൻ്റെ വിൽ യു ഗിവ് മീ യുവർ നോട്ട്ബുക്ക് എന്നുള്ളത് റിപ്പോർട്ടഡ് സ്പീച്ച്, അതിൻ്റെ റിപ്പോർട്ടഡ് സ്പീച്ചാണ് ഉദ്ദേശിക്കുന്നത്. എന്താണ് ആൻസർ വരിക? മനോജ് ആസ്ക്ഡ് ലക്ഷ്മി വെദർ ഹീ വുഡ് ഗിവ് ഹിം ഹെർ നോട്ട്ബുക്ക്. ഇതാണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ ബി അതാണ് ആൻസർ കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. ഇംഗ്ലീഷിൽ ഞാൻ കാര്യമായിട്ടൊന്നും എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നന്നായി പഠിക്കുക. നമുക്ക് സമയം ഒരുപാടുണ്ട്. VFAയുടെ എക്സാമിന് നമ്മുടെ മുന്നിൽ ഒരുപാട് സമയം കിടപ്പുണ്ട്. നല്ല രീതിയിൽ ട്രൈ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു വിജയം നമുക്ക് കൈവരിക്കാൻ കഴിയും. അപ്പോൾ അതിൻ്റെ സിലബസ് ഓർഡറിൽ ഞാൻ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ റിവിഷനും കാര്യങ്ങളൊക്കെ നമുക്ക് എക്സാമിന് മുൻപേ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ് ഞാൻ മറ്റൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് മാത്സ് ഞാൻ ഡിസ്കസ് ചെയ്യാത്തത്. അത് നമ്മൾ ഓരോ ടോപ്പിക് വൈസ് ക്ലാസ് എടുത്തിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. നല്ലൊരു ദിവസം ആശംസിക്കുന്നു.